നമസ്കാരം. നാടിന്റെ ഐക്യത്തിന് നേരെ CPM എറിഞ്ഞ കമ്മ്യൂണൽ ബോംബാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് ഷാഫി പറമ്പിൽ MP. അത് മലയാളികൾ തന്നെ തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്രയിലും ഇത്തരം ശ്രമങ്ങൾ നടന്നു. മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യം പുറത്തു വന്നതിൽ വടകരയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. 2 വർഷം പിന്നിട്ടു ഇത് തെളിയാൻ. ഇതിനു മുൻപ് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകി. പേരാമ്പ്രയിലും ഇത്തരം ശ്രമങ്ങൾ തുടർന്നു. പോലീസിനോടും നന്ദി പറയുന്നുവെന്നും ഷാഫി പറഞ്ഞു. തുടക്കത്തിൽ UDF പറഞ്ഞ കാര്യമാണ്. CPM-ൽ നിന്നും എന്ത് ആക്രമണം ഉണ്ടായാലും പാർട്ടിക്ക് പങ്കില്ല എന്നാണ് നിലപാട്. അവർ ഉണ്ടാക്കിയ വ്യാജ നിർമ്മിതി മറ്റൊരു പാർട്ടിയുടെ തലയിൽ ഇടാൻ നോക്കി. LDF സ്ഥാനാർത്ഥി പോലും ഇതിന് തയ്യാറായി. CPM ഭരണത്തിൽ പോലും 2 വർഷം നീണ്ടു. അന്ന് കോൺഗ്രസിന് പങ്കില്ല എന്ന ഉറപ്പിലാണ് പിണറായിയുടെ പോലീസ് നടപടിയെടുക്കാതിരുന്നത്. റിവേഷിൽ പോയി അന്വേഷണം തട്ടി നിൽക്കുകയായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിന് മുൻപും ശേഷവും ഇതുണ്ടായിട്ടുണ്ട്. കാസിമിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. കാസിമിന്റെ മനസാന്നിധ്യമാണ് രക്ഷയായതെന്നും ഷാഫി പറഞ്ഞു. നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിലായിരുന്നു. ഇതോടെ CPM വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. പാർട്ടി ഇതുവരെ അണികളോട് പറഞ്ഞ സകല നുണകളും ശാസ്ത്രീയ പരിശോധനയുടെ പോലീസ് പൊളിച്ചു കളഞ്ഞു. എന്നാൽ ജിതിൻ ഭാസ്കർ ആണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആദ്യം പോസ്റ്റ് ചെയ്തത് ഇയാളാണെന്ന് ഉറപ്പാണ്. പക്ഷേ ഇത്തരമൊരു മേളേച്ഛമായ ചിന്തയ്ക്ക് പിന്നിലെ സൂത്രധാരൻ ആരാണെന്നാണ് UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിയോഗിക്കപ്പെട്ട പുനരന്വേഷണ പോലീസ് സംഘം പരിശോധിക്കുന്നത്. അതിനിടെ ഉന്നതനായ ഒരു CPM നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഇയാളെ രക്ഷിക്കാൻ പ്രതികൾ കുറ്റമേൽക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇപ്പോൾ പിടിയിലായ ജിതിൻ ഭാസ്കർ. കേസിലെ ആദ്യ ഔദ്യോഗിക അറസ്റ്റാണിത്. ഇനിയും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. വിവാദമായ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പായ വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായ ജിതിൻ ഭാസ്കർ തന്നെയാണ് ഇത് ഗ്രൂപ്പിൽ ആദ്യം പങ്കുവച്ചത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇയാൾ തന്നെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് ഉറപ്പില്ല. ജിതിനിൽ നിന്നും ലഭിച്ച സ്ക്രീൻഷോട്ട് മറ്റൊരു DYFI നേതാവായ റിവേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലേക്ക് കൈമാറി പ്രചരിപ്പിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. ഈ റിവേഷ് രാമകൃഷ്ണന്റെയും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കെ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിരിക്കുകയാണ് കേസിലെ മുഖ്യ ആരോപിതനായ റിവേഷ് രാമകൃഷ്ണൻ. ഇത് അറസ്റ്റ് ഭയന്നാണെന്നാണ് പറയുന്നത്. റിവേഷ് രാമകൃഷ്ണനൊപ്പം മനീഷ് അതുൽ എന്നീ DYFI പ്രവർത്തകരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം വന്നു എന്ന് പറയുന്നു. റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിലേതിനു ശേഷം രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കേസിൽ തുമ്പുണ്ടാക്കിയിരുന്നത്. UDF സ്ഥാനാർത്ഥി ഷാഫി പറവലിനെ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരു മുസ്ലിമായി ചിത്രീകരിച്ചും എതിർ സ്ഥാനാർത്ഥിയായ LDF-ന്റെ KK ശൈലജയെ മറ്റേയാൾ ഒരു കാഫിർ അഥവാ അവിശ്വാസിയായ സ്ത്രീയാണെന്ന് വിശേഷിപ്പിച്ചു എന്നായിരുന്നു കുപ്രചരണം. ഇതിന്റെ അവസാനം നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ച് വോട്ടർമാർക്കിടയിൽ മതപരമായ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സന്ദേശമായിരുന്നു സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത്.